അപ്പൊ നമ്മള് ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. കുക്കിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ എന്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ കളിയാക്കാനുള്ള എല്ലാ ചാൻസും ഞാൻ നോക്കിയിട്ട് കാണാണ്ട് നീയോ കുക്കിങ്ങോ എങ്ങനെ എന്ന് ചോദിക്കുന്നവരുണ്ടാവും. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ വലിയ പണിയുള്ള പരിപാടിയല്ലേ മക്കളെ. ഈ സംഭവം കണ്ടോ? ഈ സംഭവം വെച്ചിട്ട് ഒരു ഡിസേർട്ട് ആണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു ഡിസേർട്ടിന് വേണ്ട മെയിൻ ആയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് പേരിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, എന്റെ ഓൾസോ എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പൈനാപ്പിൾ ഇല്ലാതെ എന്തുകൊണ്ട് പൈനാപ്പിൾ സാഗോ? എങ്ങനെ പൈനാപ്പിൾ സാഗോ? അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമുക്ക് പൈനാപ്പിൾ ആണ് വേണ്ടത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് സാഗോ പൾസ്, അതായത് ചവ്വരി എന്നെന്തോ പറയുന്നു അത്, പിന്നെ നാളികേരം, ഫ്രഷ് മിൽക്ക്, പഞ്ചസാര, ഇത്തരം ഐറ്റംസ് ആണ് വേണ്ടത്. പിന്നെ നിങ്ങൾക്ക് മധുരം കുറച്ചധികം ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, പക്ഷെ നമ്മൾ അത്ര മധുരം ഇഷ്ടപ്പെടാത്ത ആളായത് കൊണ്ട് തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് പോയിട്ട് പൈനാപ്പിൾ കുനുകുനാന്ന് അരിഞ്ഞിട്ട് വരാം. അപ്പൊ നമ്മള് ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഈ പാനിലോട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ ഒരളവില് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഈ സാഗോ പൾസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന സാഗോ പൾസ് ഇട്ട് കൊടുക്കുക. തിളയ്ക്കുമ്പോ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇവിടെ നമ്മൾ ഈ എടുത്തു വെച്ചിട്ടുള്ള സാഗോ പൾസ് ഈ വെള്ളം തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ സാഗോ പൾസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഈ ഒരു ബൗളിന്റെ അളവിലോട്ട് 2 ഗ്ലാസ് വെള്ളം നമുക്ക് മതിയാവും. ഇവിടെ ഇപ്പൊ നല്ല രീതിയിൽ വെള്ളം തിളച്ചു മറിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇതിലോട്ട് സാഗോ പൾസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഈ എടുത്തു വെച്ചിട്ടുള്ള സാഗോ പൾസ് ഇതിലോട്ട് ഇങ്ങനെ സാഗോ പൾസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കൈവിടാതെ ഇളക്കണം. നമ്മള് ഫുൾ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല, ഒന്ന് കുറച്ചിട്ടിട്ട് വേണം പിന്നെ അങ്ങോട്ട് നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട്. ഇതിന്റെ ഓൾമോസ്റ്റ് ഡബിൾ സൈസിലോട്ട് ഇത് വരും. അടുത്തൊരു പാൻ എടുത്തിട്ട് നമ്മള് പൈനാപ്പിള് അരച്ചത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നല്ല രീതിയിൽ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മളത്. നല്ല രീതിയിൽ പേസ്റ്റ് ആയിട്ട് ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുക്കാണ് ഇതിലോട്ട്. ഓക്കെ, ഇതിനി നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ ഒരു എന്താ പറയാ നമ്മുടെ പൈനാപ്പിളിന്റെ ഒരു സംഭവം. ഓക്കെ, നമ്മള് ഇതിലോട്ട് നമ്മള് കണ്ടൻസ്ഡ് മിൽക്കോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ബിക്കോസ് നമുക്ക് ഒരു മീഡിയം ലെവലിലുള്ള മധുരം മതി, അതുകൊണ്ടാണ് നമ്മൾ ആഡ് ചെയ്യാത്തത്. ഇതൊന്ന് അത്യാവശ്യം തള വരണം, അത്യാവശ്യം ഒന്ന് കുക്ക്ഡ് ആയിട്ട് വരണം. ഓക്കെ, നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്കും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു ലെവലിലോട്ട് നമ്മുടെ പൈനാപ്പിൾ ആയിട്ടുണ്ട്. അതായത് ഈ ഒരു ലെവലിലായിരുന്നു നമ്മൾ ഒഴിച്ചപ്പോൾ ഉണ്ടായിരുന്നേ. ഓൾമോസ്റ്റ് ഹാഫ് ആയിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നാളികേരം പാൽ ആഡ് ചെയ്യണം. പക്ഷെ ഈ ഒരു തള നിൽക്കുന്ന സമയത്ത് നമ്മൾ നാളികേരം പാല് ആഡ് ചെയ്ത് കൊടുക്കരുത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിലേക്ക് ഫുള്ള് തണുത്തിട്ടില്ല എന്നാ തളയില്ല. ഈ ഒരു മോഡിലോട്ട് നമുക്ക് നാളികേരം പാല് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും നാളികേരം പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഒപ്പം തന്നെ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കും വേണം. ഇപ്പൊ നമുക്കിത് നമ്മുടെ സ്റ്റാർട്ടിങ്ങില് പൈനാപ്പിൾ മാത്രം ഉണ്ടായിരുന്ന ആ ഒരു കൺസിസ്റ്റൻസിലോട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തള വരാത്ത രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കണം. നമ്മുടെ നാളികേരം പാൽ ഒഴിച്ച നമ്മുടെ പൈനാപ്പിളിന്റെ പൾപ്പ് ഈ ഒരു കൺസിസ്റ്റൻസിലോട്ട്, അതായത് ഓൾമോസ്റ്റ് ഹാഫ് കൺസിസ്റ്റൻസിലോട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സാഗോ പൾസിന്റെ കൂടെ നമുക്കിത് മാറ്റാം. ഇതിങ്ങനെയാണ് നമുക്ക് നമ്മുടെ സാഗോ പൾസ് കിട്ടുക. സാഗോ പേൾസ് നല്ല കുട്ടി കുട്ടി പേൾസിന്റെ പോലെ ഇരിക്കണുണ്ടോ? നല്ല രസമില്ലേ കാണാനായിട്ട്?
അടിപൊളി, നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് കാണാനായിട്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കാണാൻ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. ഇത് ഈ പാത്രത്തിലോട്ട് തന്നെ ഇട്ടിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇങ്ങനെ കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിലോട്ട് കിട്ടും. അപ്പൊ നമ്മുടെ ഈ ഇരിക്കുന്ന സാഗോ പേൾസിലോട്ട് നമുക്ക് നമ്മുടെ ഈ ഉണ്ടാക്കിയ നമ്മുടെ പൈനാപ്പിളിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഓ, നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്, നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ആവശ്യത്തിലധികം മധുരം ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞത്, നിങ്ങൾക്ക് മധുരം അധികം ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെടുത്താൽ മതി, കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്താൽ മതി എന്നുള്ളത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് ആയിട്ടുണ്ട് കേട്ടോ അത്. അപ്പൊ നമ്മുടെ സാഗോ പൾസ് ഒക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള പൈനാപ്പിൾ മിക്സ് ഇവിടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ സാഗോ പൾസ് ഒക്കെ നമുക്ക് കാണാനുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിലോട്ട് നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് വരുന്ന ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന അമൂലിന്റെ ഫ്രഷ് മിൽക്കാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് നമുക്ക് പൈനാപ്പിളിന്റെ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതൊന്ന് തണുക്കണം. ഫ്രഷ് ക്രീം ആഡ് ചെയ്യാനായിട്ട് മുന്നായിട്ട് നമുക്കിതൊന്ന് തണുക്കണം കേട്ടോ. അപ്പൊ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള നമ്മുടെ ഫ്രഷ് മിൽക്ക് ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഫ്രഷ് മിൽക്കാണ്, നല്ല കട്ടിയിലിരിക്കുന്നുണ്ട്. ഫ്രഷ് മിൽക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരെ ഫ്രിഡ്ജിലോട്ട് കയറ്റി വെക്കും. ഇനി ഇത് നമുക്ക് ഫ്രീസറിലോട്ട് വെക്കാം. ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 1 hour വെയിറ്റ് ചെയ്യണം. നമ്മള് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിനി ഒരു 1 hour കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ 1 hour കഴിഞ്ഞിട്ട് നമ്മളിത് പുറത്തെടുത്തിട്ടുണ്ട്. പക്ഷെ കഴിക്കുന്നതിൻ്റെയും ടേസ്റ്റ് പറയുന്നതിൻ്റെയും വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ തന്നെ പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.